ശൈലേശി കുറേ ലോങ് വീഡിയോ ഇടാത്തത്. ലോങ് വീഡിയോ ഇതുവരെ റന വന്നിട്ടില്ലല്ലോ. അപ്പൊ ശൈലേശിന്റെ റനാനെയും ഇന്നത്തെ ഒരു ദിവസം കാണിച്ചുതരാം. എല്ലാവർക്കും എല്ലാവരും ബ്ലോഗ്സിലേക്ക് സ്വാഗതം. അലക്കെല്ലാം കഴിഞ്ഞിട്ട് നല്ല ശൈലേശിന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ഒരു വിറ്റേക്കട ഞാൻ അലക്കല, ഞാൻ ഇപ്പുറത്ത് അലക്കുന്നത്, റന അപ്പുറത്ത് അലക്കുന്നത്. ഞാൻ എന്തോ ഒച്ച എടുത്ത് നോക്കുമ്പോ റന ബാക്കറ്റിലേക്ക് വീണ് പോയി. ബക്കറ്റിലല്ല വീണ്, ബക്കറ്റ് മഴ എടുക്കുമ്പോ വീണതാണ്. അങ്ങനെയാ വീണ്, ഒരൊച്ചയെ ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ ഞാൻ ശൈലേശി കറിയിലാക്കുന്നതെല്ലാം കാണിച്ചത്. സ്പെഷ്യൽ കറിയാക്കുന്നുണ്ട്. രാജുവായിട്ട് പണിയിൽ വരുമ്പോ കുറച്ച് അണ്ടി കൊടുക്കുന്നത് വണ്ടി കറിയാക്കിട്ട് റനക്ക് കൊടുക്കാം. രാവിലെ തന്നെ സാമ്പാർ കറിയാക്കിന്. സാമ്പാർ കറി ഉണ്ടാക്കാൻ എനിക്ക് സാമ്പാർ ഇഷ്ടല്ലേ. സാമ്പാർ നിങ്ങൾ വറുത്തരക്കണല്ലോ, നമ്മൾ വറുത്തരച്ചിട്ട് വെച്ച സാമ്പാറാണ്. ഇനി നല്ല അണ്ടിക്കറി ആക്കട്ടെ. ചോറടുപ്പത്തായി. അപ്പൊ ഞാൻ വേഗം അണ്ടി കണ്ടാ അണ്ടിക്കറി ആക്കട്ടെ. മഴ വരുമ്പോ മളിച്ചണ്ടിയാ കറിയൊക്കെ. അപ്പൊ ഇത് മഴക്കില്ലേ തേങ്ങയും കൊത്തമ്പാരിയെല്ലാം വറുത്തരച്ചിട്ട് വെക്കും. ചിക്കൻ വെച്ച പോലെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ കൂട്ടിയിട്ട് പണ്ട് എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. ഞാൻ ഇന്ന് മുളകിട്ടിട്ട് വെക്കാന്ന് വെച്ചിട്ട് നിനക്ക് കുറച്ച് തരാം ടേസ്റ്റ് ഒക്കെ. റന ചിരിക്കുവോ എന്ന് പറയുമ്പോ ഇത് അണ്ടിക്കറി എന്ന് പറയുമ്പോ റന എന്തോ പറഞ്ഞിട്ട് ചിരിക്കുവെന്ന്. ഈ അണ്ടിയിലെ ഇത് ഇങ്ങനെ പൊളക്കുമ്പോ ഇതിന് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ആക്കിയിട്ട് പൊളക്കണം. അല്ലെങ്കിൽ ഈ അണ്ടിയിലെ കറ തേച്ചും കൈക്കല്ലിൽ ഇങ്ങനെ ആവും. ഇങ്ങനെ എന്തോ പാണ്ട് പിടിച്ച പോലെ ആവും. എന്നിട്ട് ഇതിങ്ങനെ വെളിച്ചെണ്ണ ഇടുക, എന്നിട്ട് ഇങ്ങനെ പൊളക്കുക. പൊളക്കാൻ കിട്ടും. ഇത് പൊളഞ്ഞിട്ട് കണ്ട ഇത് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കണം. എന്നിട്ട് ഈ സാധനം ഇല്ലേ ഇതാ ഇത് പൊളിഞ്ഞു പോകും ചൂടുവെള്ളത്തിലിട്ടാൽ. എന്നിട്ട് അത് കറിയാക്കും. റന നോക്കിക്കണ്ട് സഹായിച്ചു കൊടുക്കറ ചേച്ചിക്ക്. ഇതെല്ലാം ശൈലേശിക്ക് അറിയാം. ഓക്കെ, ഇത് നീ ഇത് ആദ്യമായിട്ടല്ലേ കറി വെക്കുന്നതാണെന്ന്. നമുക്കിത് വെച്ചോക്കാം. അണ്ടി ചുട്ട് തിന്നിട്ട് നമ്മൾ രണ്ടാളും റന ആക്കുന്ന പറഞ്ഞേ, എന്നാലും നമുക്ക് ചൂടാ വേഗം. അതിന് റന തീ കത്തിക്കുന്ന പറഞ്ഞ റന തീ കത്തിക്കൂലേ? റനക്ക് ചുട്ട എക്സ്പീരിയൻസ് ഉണ്ട്. റനന് ചൂടാൻ പറയാം. എന്നാ വേഗം ആക്കട്ടെ. ഇഞ്ചുവിന്റെ വിറ്റാക്കണം. ഇഞ്ചോട് ഞാൻ പറഞ്ഞ് ചീൻചട്ടിയിൽ വറുത്തോ അല്ല ആക്കിക്കോന്നേ ആ അണ്ടി ചുട്ടോന്ന്. അപ്പൊ അവിടെ ഓളന്ന ഓട്ടിലല്ലേ വറക്കണ്ടേ, എന്നിട്ട് ഓടെടുക്കാനോ വേണ്ടി പോന്ന്. എന്തൊരു ഇഞ്ചു ഇങ്ങനെയൊന്നും ആകട്ടാ. ഓട്ടിലിട്ടെന്ന് പറഞ്ഞാൽ ഇവര് എന്തെങ്കിലും പത്തലാക്കുന്നല്ലേ ഓട്. അങ്ങനത്തെയാണ് ഓട് എന്ന് പറയുന്നത്. ഈ ഓട്ടിലെല്ലാം ഇട്ടിട്ട് ആക്കുക. ചീൻചട്ടിയിലിട്ടിട്ട് ചുട്ടെടുക്കും. അങ്ങനെ ആക്കിയിട്ട് എടുത്തോ. അപ്പൊ എങ്ങനെ ചുടുക? നീ എങ്ങനെ വീട്ടിൽ ചുടല്? ഞാൻ അടുപ്പിലിടുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം. ചൂട് റന എന്തെല്ലോ പണിയെടുക്കുന്നുണ്ട്. അത് ചുട്ടിട്ട് ആയിട്ടില്ലെങ്കിൽ റനനെ ഞാൻ കൊല്ലും. ഇതൊന്നിനും അടുപ്പാക്കാൻ വേണ്ടി ചിരട്ടിയും കൊണ്ടുവച്ച് നോക്കണം. എന്നാല് ഇതിൻ്റെ അകത്ത് എന്തായാലും നമ്മൾ അണ്ടി ചുട്ടിട്ട് വരട്ട്. ആയിട്ടുണ്ടെങ്കിൽ കാണിച്ചരാ, ഇല്ലെങ്കിൽ റനക്ക് കൊടുക്കാതെ വെച്ചു. പണ്ട് ചോറും കളിയും കളിക്കുന്ന പോലെ ചിരട്ടി അടക്കം കത്തൂലേ? അല്ല അതൊക്കെ പിന്നെ ഇതാവൂലേ, അത് ഓല കത്തിക്കുമ്പോ ഇത് ചൂടാവൂലേ. അന്നേരം പിന്നെ ചൂടായിട്ടാകുമ്പോ മാത്രം ഇത് ഇട്ടാ മതി. എല്ലാം ശൈലേശിനെ പറഞ്ഞല്ലേ റനേ. ആ കത്തിക്ക് നിൽക്കണ്ട, ഇത് കത്തിട്ടില്ല. നോക്കറതാ പൊത്തിച്ച് നല്ല ബുദ്ധിയുള്ളതുകൊണ്ട് ചൂട് എടാ അത് മുഖത്തേക്ക് പാടുവേ. ചായ കൊണ്ടുവരാ. ചൂടായി, അണ്ടി ചൂടായി. രഞ്ജു നോക്കറ. രഞ്ജു റനി മേച്ചായിട്ട് കുപ്പായി ഇട്ടണല്ലേ. നോക്കറ കത്തുന്നൊന്നുമില്ല. ഡ്രസ് കോഡാക്കിയ ഇത് ഇന്ന് തിന്നാൻ തന്നെ ആക്കുന്നത്. കത്തുന്നേ പാടുന്നാണ് അണ്ടി പാടുന്ന. മുഖത്തേക്ക് പാടുവേ. നല്ല മണെല്ലാം വന്നു തുടങ്ങി.
ആരല്ലോ ചോദിച്ചത് റെന ഷൈജേച്ചിയുടെ മോളാന്ന് തോന്നുന്നു. റെന ഷൈജേച്ചിയുടെ അയൽവാസി, രഞ്ജു ഷൈജേച്ചിയുടെ മോള്. അതാവും കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇങ്ങനെ കൈക്ക് പാണ്ട് പോലെയാവും. അപ്പോൾ ഞാൻ ഇതെല്ലാം നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം പേടാന്ന് ഉണ്ടാ. അപ്പോൾ ഇതൊന്നും നല്ലതെല്ലാം എടുത്ത് കറി വെക്കാന്ന് വെച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇതില്ലേ നമ്മൾ പിന്നെ കൊതുക് കടിക്കുന്നതായിട്ട് പുകയിടൂലേ, ആ പുകയിൽ ഇതിടും. അങ്ങനെ ഇടലുണ്ട് പുകയിൽ. അപ്പോൾ കൊതുക് വരില്ല. ഇതിൻ്റെ മണവും ഇതും കൊണ്ട് കൊതുക് വരില്ല എന്നാണ് പറയുന്നത്. 2 വിട്ട് കഴിഞ്ഞ് കണ്ട കുറേ ആയി. ഇനി കുറച്ചും കൂടി ആവാനുണ്ട്. റന കഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ കുറച്ച് ചൂട്ടിയാക്കി വെച്ചിട്ട് അതേച്ച് റനിയും രഞ്ജുവും തീർത്ത്. എൻ്റെ രഞ്ജുവിൻ്റെ പണി നോക്കറതാ. ഇതെന്നാ ഇതാ ഈ റാണി എനിക്ക് നേരത്തെ എടുത്തു. അത് പേടി. അതാണ് റനേൻ്റെ വീട് കണ്ടാ. ഇതാണ് നമ്മളെ റനേൻ്റെ വീട്. ആ ഡണ്ടി ചുട്ടിട്ട് കിട്ടേണ്ടിയാന്നിത്. ഇത്രേ കിട്ടിയിട്ടുള്ളൂ. ബാക്കി തെച്ച് റന കരിച്ച് തീ കൂട്ടിട്ടിട്ട്. ആ റന തിന്ന് ചുടുന്നേ റനന്റെ കൈ കാണിച്ചേ. വെറുതെ ചുട്ട് കൈയും കളഞ്ഞ്. ഇതാ ഇതാ കരിഞ്ഞ്. ഇനി അണ്ടി റനക്ക് വേണ്ടല്ലോ. അതാ ഇതാ അണ്ടി പോന്നിട്ട് ഞാൻ ചൂടുവെള്ളത്തിലിട്ടിട്ടാ ഇങ്ങനത്തെ തോലുണ്ടാ. ഇങ്ങനത്തെ തോല് ഇങ്ങനെ അടത്തി കളയാം. ഇനി ഇത് അരട്ടി കറി വെക്കാം. അണ്ടിയില്ലേ മഞ്ഞളും മുളകും ഇട്ട് പെരക്കിയുടെ വെച്ചിട്ടുണ്ട്, നല്ല മസാല വരട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നലെ അമ്മേൻ്റെ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ പയറ് കൊണ്ടുവന്നു. ഇതാ പയറ്. രഞ്ജു പറഞ്ഞത് പിന്നെ മെഴുക്ക് വരട്ടിയാക്കണം. രഞ്ജുവിന് കയ്യിൽ വെച്ചിട്ട് മുറിക്കാൻ കഴിയില്ല. ഒരു കട്ടിങ് ബോർഡ് വേണം, നല്ല ബോർഡിലിട്ടാണെന്നിട്ട് മുറിക്കാൻ നോക്കുന്നുണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ ഇതെല്ലാമാണ്. നമ്മളെ റനിയെടുത്തു കേൾക്കും. റനിയുടെ ടി വി ആണല്ലോ. റനി ഒരേ ടി വി ആണല്ലോ. റന വീട്ടിലെ പണിയെല്ലാം എടുക്കും. പക്ഷേ എങ്കിൽ ക്ലാസ് തുടങ്ങാത്തതുകൊണ്ട് ഭയങ്കര ബോറടി പോലെ അല്ലേ റനെ. ടി വി എല്ലാം കാണാം. മൊബൈൽ അങ്ങനെ ഒന്നും റന കാണൂല അല്ലേ. റന മൊബൈലിൽ കളിക്കുകയേ ഇല്ല. നല്ല കുട്ടിയാണ്. എല്ലാവരും മൊബൈലല്ലേ കളിക്കുന്നത്. നമ്മളെ റനക്കുട്ടി മൊബൈലൊന്നും കളിക്കില്ല. ടി വി അങ്ങനെ കാണുന്നില്ല. ഇന്ന് ശരീരച്ചിക്ക് കൂട്ടായിട്ട് വന്നിയാണ് അല്ല റനെ. റനക്ക് നാണാന്ന് റനൊന്നും മിണ്ടാതെ. റന വരുമ്പോ റന എപ്പോ സിംബക്ക് മഞ്ജു കൊണ്ടുവരും. അപ്പൊ റനെ കാണുമ്പോ മഞ്ജു കൊണ്ടുവന്നു വെച്ചിട്ട് കരയാൻ തുടങ്ങും. പിന്നെ ഓളെടുക്കുന്ന മാറുകയില്ല. രഞ്ജു സമയമില്ലേ, 1 മണിയാവാനായി. ഇതായിട്ട് തിന്നുവാ. അമ്മക്കിന് വേണ്ടല്ലോ. എനക്കിതൊന്നും ഇഷ്ടമല്ല മെഴുക്ക് വരട്ടിയൊന്നും. എനിക്ക് കുറച്ച് മത്സ്യത്തിൻ്റെ കറിയാണ് ഇഷ്ടം. പക്ഷെ ഇന്ന് മത്സ്യം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഉണ്ടാവും. രഞ്ജുവിൻ്റെ വക മെഴുക്ക് വരട്ടിയാക്കുന്നുണ്ടേ. രഞ്ജു പാട് വെളിച്ചെണ്ണ എടുത്ത് വെച്ച് ഇതുവരെ അങ്ങനെ ഇത് വലിയ മോണ്ടൊക്കെ പയറാണ്. നമ്മൾ പച്ചക്കറി ഇടുമ്പോൾ കുഞ്ഞി പയറല്ലേ ഉണ്ടാവില്ലേ. ഇത് പീടികയിൽ കൊണ്ടുവന്നല്ലേ, അതുകൊണ്ടാണ് വലിയത്. ഞാനിടുന്ന് അണ്ടി ഫ്രൈ ആക്കുന്നുണ്ട്. ഇത്രയും നേരം തേങ്ങ അരച്ചിട്ട് കറി വെക്കുന്നത് അത് ഫ്രൈ ആണ്. ഇനി വയ്യാതെ പൊരിക്കണം. അല്ല, തേങ്ങ വറുത്തരച്ചിട്ട് സാമ്പാർ വെച്ചിന്. അപ്പോൾ അത് തീരൂല. എനക്കിഷ്ടമല്ല അണ്ടി കറി വെക്കുന്നത്. ഞാൻ കൂട്ടുകയില്ല. അതുകൊണ്ട് ഞാൻ ചെറുങ്ങനെ അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ആക്കി കൊടുക്കണം. ഇതിൽ ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇടും. കുറച്ചൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ലേശം ചിക്കൻ പൊടി ഇടും. ചീൻചട്ടിയിൽ തേച്ചടിക്കായിട്ടല്ല കേട്ടോ, അതിൻ്റെ കളർ ഇങ്ങനെ ഇപ്പം കുറച്ച് ചിക്കൻ പൊടി ഇടും.
ഇത് എന്നോട് വെന്ത് ഇത് ഇന്നത്തെ സ്പെഷ്യലാണ്. അപ്പോൾ അത് റനക്കൊന്ന് ടേസ്റ്റ് ആക്കാൻ കൊടുക്കട്ടെ. ഇതില്ലേ നല്ല ഉപ്പിലിട്ട മാങ്ങയാണ്. പിന്നെ കർക്കിട മാസം എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചാണ്. പക്ഷെ രഞ്ജുവിന് ഈ തേച്ചെടുത്ത് തിന്ന് തീർത്ത്. അപ്പോൾ ഈ ഇതിൻ്റെ അകത്ത് 2 കഷ്ണം മാങ്ങ എടുത്ത് അതിൻ്റെ ഒരു കാന്താരി ഉടച്ചിട്ട് ചോറിന് നന്നാ ടേസ്റ്റ് ഉണ്ടാവും. ഇത് റനക്ക് ടേസ്റ്റ് ആക്കാൻ പറഞ്ഞു. അങ്ങനെ മാങ്ങണ്ടേ റന ശൈചേച്ചി ഞണ്ടിക്കറിയെല്ലാം കൂട്ടിയിട്ട് ചോറ് എന്നിട്ട് ടേസ്റ്റ് ഉണ്ടോ പറയണം കേട്ടാ. സത്യം പോലെ പറയണേ. ടേസ്റ്റ് ഉണ്ടോ? റനന്റെ മുഖഭാവം വെച്ചിട്ടത് ഇഷ്ടായിട്ടില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ശൈലേശം ചോറെടുത്തിട്ട് വരട്ടെ. ചട്ടിയിലാണ് ചോറെടുത്തിന്. നല്ല ഇന്നലെ വെച്ച ചട്ടിയിനകത്ത് ഇങ്ങനെ പെരക്കിയിട്ട് തിന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചട്ടിയല്ല ഈ തട്ട്. പിന്നെ ഇന്നലത്തെ വെച്ച ചിക്കൻ്റെ കറിയും ഉണ്ടായിരുന്നു ബാക്കി. എന്നാ ടേസ്റ്റ്. അപ്പോൾ നമ്മൾ 3 നാളെ ചോറെല്ലാം നിന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് റന പറയുമ്പോൾ ഒന്ന് കിസ പറയാം. കിസ പറഞ്ഞോട് ടി വിയും കാണുന്നുണ്ട് കേട്ടാ. 10 പറഞ്ഞോട് ടി വിയും കാണുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ പുതിയ വീഡിയോ ആയിട്ട് വരാം. ബൈ.